നമ്മളിന്ന് പറയാൻ പോകുന്നൊരു വിലയ്ക്ക് ഇതുപോലൊരു പ്രോപ്പർട്ടി ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും നല്ലൊരു വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത്. 3.25 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന 3 ബെഡ്റൂം പ്ലസ് ഒരു ഹോം തിയേറ്ററോട് കൂടിയിട്ടുള്ള വീട് 40 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിനകത്തുള്ള തടിപ്പണികളൊക്കെ ഈട്ടിയിലും തേക്കും തടിയും പിന്നെ വയലറ്റ് മഹാണി ഇങ്ങനെയുള്ള തടിപ്പണികളാണ് നമുക്കിതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ഇവർ തന്നെ ഓണായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം അരുവിക്കരയ്ക്ക് സമീപമാണ്. അരുവിക്കര ഡാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ വെമ്പന്നൂർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തോട്ട് ചെറിയോണ്ണി പോകുന്ന റോഡ് ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. അതായത് വളരെ നല്ലൊരു പ്രൈസാണ് ഇതിന് ഓഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും രസമായിട്ടാണ് ഈ വർക്കെല്ലാം ചെയ്തു തീർത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം ഗാർഡനിങ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് വിട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു കാർ പാർക്കിംഗ് സംവിധാനം കിട്ടും. അത് പോയിട്ട് നമുക്ക് വീടിന് ചുറ്റുവട്ടവും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് വരുന്നത്. മുൻവശത്തുള്ള വാതിൽ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഈട്ടിത്തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് വരും. TV യൂണിറ്റിനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ മാറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു വീടിന് ഹോം തിയേറ്റർ അവൈലബിൾ ആണ്. അതിനകത്ത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പ്രൊജക്ടറും സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ്, അവിടെ നേരെ വരുമ്പോൾ ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ. വീടിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് അല്ലേ. നിങ്ങൾക്ക് ഒരു 40 രൂപയുടെ വീടാണെന്ന് ഒരു കാരണവശാലും തോന്നത്തില്ല കേട്ടോ. അത്ര അധികം വർക്കുകളാണ് വീട്ടിനകത്ത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഇങ്ങനെ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്ത് അടിയിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് ഉണ്ട്. അത് പോയിട്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് നമ്മുടെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. സാധാരണ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് റേറ്റ് വീടിന് കിച്ചണിലൊക്കെ വെറും സ്ലാബ് മാത്രം അടിച്ചു വയ്ക്കും കേട്ടോ. ഇതിപ്പോൾ ഈ വർക്കുകളെല്ലാം അവർ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാൻ സാധിക്കും. താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു റൂമിൽ നമുക്ക് ഫ്ലോറിംഗ് വന്നിട്ട് വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. തേക്കും തടിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ വീടിനുള്ളിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ സ്റ്റേഴ്സ് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെയിലിങ് തേക്കും തടിയിലും ഇതുപോലെ ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറിങ് നോക്കി, അതും നമുക്ക് വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിനകത്തുള്ള ഡോർസ്, ഇൻറ്റീരിയറിൽ വരുന്ന ഡോർസൊക്കെ വയലറ്റ് വുഡിലും അതുപോലെ മഹാഗണിയിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സ്റ്റെയറിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. പിന്നെ മേളത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമോ ഒരു ഹോം തിയേറ്റർ ആ രീതിയിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ഈ റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല കേട്ടോ. ഈ റൂമിൽ ഇതുപോലെ കബോർഡുണ്ട്. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ ഫെസിലിറ്റി. ഇതിനകത്ത് നോക്കിയേ, അതിൻ്റെ ഒരു ക്ലാരിറ്റിയൊക്കെ നോക്കിയേ. ഇതിനകത്ത് ഒത്തിരിയധികം ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ള റൂമാണ്. ഞാൻ ഇതിൻ്റെ ലൈറ്റ്സ് കൂടെ ഇട്ട് കാണിച്ചു തരാം. നോക്കിയേ, കണ്ടോ, ഇതുപോലെ ലൈറ്റിങ് പ്രൊവൈഡ് ചെയ്ത്, സീലിങ്ങിലെല്ലാം ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്ത്, അതുപോലെ സൗണ്ട് പ്രൂഫ് ആക്കിയിട്ടാണ് നമുക്കിത് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പ്രൊജക്ടറാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് അടുത്ത അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം കാണാം. കബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ സ്ലാബിൻ്റെ മേളിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ഉദ്ദേശിക്കുന്ന വില 40 ലക്ഷം രൂപയാണ്. ഇത് കൊടുക്കാനുള്ള വിലയാണ് കേട്ടോ. ഇതിൽ വലുതായിട്ട് നെഗോസിയേഷനൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ പേരിന് ഒരു ചെറിയൊരു നെഗോസിയേഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ആ കാര്യം നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കുക. അവർ പെട്ടെന്ന് സെയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നല്ലൊരു പ്രൈസാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് തൊട്ടടുത്തായിട്ട് ഇവിടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് GV രാജ സ്കൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല കണക്ടിവിറ്റി ഉള്ള ലൊക്കേഷനാണ്. റോഡൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. അതുപോലെ ഇതുപോലുള്ള വീട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും. താല്പര്യമുള്ളവർ
നേരിട്ട് വിളിച്ച് ഡീലാക്കുക. ഇതിന് ഉദ്ദേശിക്കുന്ന വില 40 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മുടെ ഈ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇത് വന്നിട്ട് ബസ് റൂട്ടാണ് കേട്ടോ. അതായത് ബസ് റൂട്ട് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി. ഇതായി തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കടമ്പനാട് ബസ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ പോലും പോകണ്ട. ഇങ്ങനെ ജസ്റ്റ് നടന്ന് പോയി കഴിഞ്ഞാൽ കടമ്പനാട് ബസ് സ്റ്റോപ്പ്. ആ രീതിയിൽ ബസ് റൂട്ട് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. പിന്നെ നമുക്കിതിൽ കായ്ക്കുന്ന ഒരു മാവ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ദാണ്ട മാങ്ങയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു മാവ് ഓൾറെഡി നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി അടുത്തൊരു സ്റ്റെപ്പ് പെയിൻറ്റിംഗ് ഉണ്ട്. അത് അവരെല്ലാം നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം.